ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 17 ശ്രദ്ധാവിഭാഗങ്ങൾ. ശ്ലോകം 23. ഓം തത്സദിതി നിർദ്ദേശോ ബ്രഹ്മണസ്ത്രിവിധ സ്മൃതഃ ബ്രാഹ്മണാസ്തേന വേദാശ്ച യജ്ഞാശ്ച വിഹിതാ പുരാ. വിവർത്തനം. സൃഷ്ടിയുടെ ആരംഭം മുതൽക്കേ പരമമായ നിരപേക്ഷ തത്വത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന 3 വാക്കുകളാണ് ഓം തത്സത് എന്നിവ. പ്രതീകാത്മകങ്ങളായ ഈ വാക്കുകൾ വേദോച്ചാരണത്തിലും യജ്ഞാനുഷ്ഠാനങ്ങളിലും ബ്രാഹ്മണൻ പരമപുരുഷന്റെ തൃപ്തിക്ക് വേണ്ടി ഉരുവിട്ടുപോന്നു. ഭാവാർത്ഥം: യജ്ഞം, തപസ്, ദാനം, അന്നം എന്നിവ ഓരോന്നും സത്വരജസ് തമോ ഗുണങ്ങളെ മുൻനിർത്തി 3ആയി വിഭജിച്ചിട്ടുണ്ട്. ഏതു വകുപ്പിൽപ്പെട്ടതായാലും അവയ്ക്കെല്ലാം പരിമിതിയുണ്ട്. പ്രകൃതിയുടെ ഗുണദോഷങ്ങളാൽ മാലിന്യം പൂണ്ടവയാണ് ഇവ 3. പരമതത്വമായ ഭഗവാനെ ലക്ഷ്യമാക്കി ഓം തത് സത് എന്ന ശാശ്വതമായ ഭഗവത് സത്തയെ മുൻനിർത്തി അനുഷ്ഠിക്കപ്പെടുമ്പോൾ മാത്രം അവ ആധ്യാത്മികോത്കർഷത്തിനുതകുന്നു. വൈദികാജ്ഞകളിൽ ഇത്തരം ലക്ഷ്യത്തിൻ്റെ സൂചനകളുണ്ട്. നിരപേക്ഷ തത്വമായ ഭഗവാന്റെ സവിശേഷ നാമധേയമത്രേ ഓം തത് സത്. വേദസൂക്തങ്ങളിൽ ഓം എന്ന വാക്ക് എല്ലായ്പ്പോഴും കാണാം. വൈദിക നിയമങ്ങൾ അനുഷ്ഠിക്കാതെ പ്രവർത്തിക്കുന്നവർക്ക് നിരപേക്ഷ തത്വത്തിലെത്താൻ സാധിക്കില്ല. അയാൾ ക്ഷണികമായ എന്തെങ്കിലും ഫലം നേടിയേക്കാം, എന്നാലും ജീവിതത്തിൻ്റെ പരമലക്ഷ്യം പ്രാപ്യമാവുകയില്ല. മുൻപറഞ്ഞതിൻ്റെ സാരമിതാണ്: യജ്ഞം, ദാനം, തപസ് എന്നിവയുടെ അനുഷ്ഠാനം സ്വാത്വികമായിരിക്കണം. താമസഭാവത്തോടെയോ രാജസഭാവത്തോടെയോ ചെയ്യപ്പെടുമ്പോൾ അവ തരം താഴ്ന്നു പോകുന്നു. ഓം തത്സത് എന്നീ വാക്കുകൾ ഭഗവത് നാമധേയം ചേർത്തുകൊണ്ട് ചിലപ്പോൾ ഓം തത് വിഷ്ണു എന്നിങ്ങനെ ഉച്ചരിക്കാറുണ്ട്. ഭഗവത് നാമമോ ഏതെങ്കിലും വൈദിക സൂക്തമോ ഉച്ചരിക്കുമ്പോൾ ഓം കൂട്ടിച്ചേർക്കണം. ഇത് വൈദിക സാഹിത്യത്തിൻ്റെ ചിഹ്നമാണ്. വേദസൂക്തങ്ങളിൽ നിന്നെടുത്ത 3 വാക്യങ്ങൾ ഇവയത്രേ: ഓം ഇത്യേതത് ബ്രഹ്മണോ നേതിഷ്ഠം നാമ. ഋഗ്വേദം എന്നതാണ് പ്രഥമ ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്നത്. തത്വമസി ഛന്ദോഗ്യോപനിഷത്ത് 6-8-7. രണ്ടാം ലക്ഷ്യവും സദ് ഏവ സൗമ്യ ഛന്ദോഗ്യോപനിഷത്ത് 6-2-1. മൂന്നാം ലക്ഷ്യവും സൂചിപ്പിക്കുന്നു. 3ഉം ചേർത്താൽ ഓം തത് സത് എന്ന് വരുന്നു. ആദി ജീവാത്മാവായ ബ്രഹ്മാവ് പണ്ട് തൻ്റെ യജ്ഞാനുഷ്ഠാനത്തിൽ പരമപുരുഷനെ സൂചിപ്പിച്ചത് ഈ വാക്കുകൾ കൊണ്ടാണ്. അതേ പതിവ് പിന്നീട് വന്ന ശിഷ്യപരമ്പരയും തുടർന്നു പോരുന്നു. അതിനാൽ അത്യന്തം സാരഗർഭമാണ് ഈ സൂക്തം. ഏതു കർമ്മവും ഓം തത്സത്, അതായത് പരമപുരുഷന് വേണ്ടിയാവണം ചെയ്യേണ്ടത് എന്ന് ഭഗവത്ഗീത നിർദ്ദേശിക്കുന്നു. യജ്ഞം, ദാനം, തപസ് എന്നിവ ഈ 3 വാക്കുകളോടെ അനുഷ്ഠിക്കുന്നയാൾ കൃഷ്ണാവബോധസ്ഥിതനാണ്. ആധ്യാത്മിക കർമ്മങ്ങളുടെ ശാസ്ത്രീയമായ അനുഷ്ഠാനമാണ് കൃഷ്ണാവബോധം. അത് മനുഷ്യനെ സ്വഭവനമായ ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചെത്തിക്കുന്നു. ആധ്യാത്മികമായ ഈ വഴിക്കുള്ള പ്രവർത്തനം ശക്തിക്ഷയത്തിന് കാരണമാകുന്നില്ല. ശ്ലോകം 24. തസ്മാദോമിത്യുദാഹൃത്യ യജ്ഞദാനതപഃ ക്രിയാ പ്രവർത്തന്തേ വിധാനോക്താ സതതം ബ്രഹ്മവാദിനാം. വിവർത്തനം. അതുകൊണ്ട് വൈദിക നിയന്ത്രണമനുസരിച്ച് യജ്ഞദാന തപസ്സുകൾ അനുഷ്ഠിക്കുന്ന അതീന്ദ്രിയവാദികൾ പരമപുരുഷനെ പ്രാപിക്കുന്നതിനായി എപ്പോഴും ഓം എന്ന വാക്കോടുകൂടിയാണ് എല്ലാം ആരംഭിക്കുന്നത്. ഭാവാർത്ഥം: ഓം തത് വിഷ്ണു പരമം പദം. ഋഗ്വേദം 22-20. വിഷ്ണുവിൻ്റെ പാദകമലം പരമമായ ഭക്തിയുടെ വേദിയാണ്. ഭഗവാന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം പരിപൂർണത നേടും. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.